Hi friends, Computer and Mobile Tips YouTube channel സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിനെ കുറിച്ചാണ്. റിലയൻസ് ജിയോ ആരംഭിച്ച സമയം മുതൽ പ്രൈം മെമ്പർഷിപ്പിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകുന്ന വ്യക്തികൾക്ക് കൂടുതൽ ബെനിഫിറ്റും പ്രൈം മെമ്പർഷിപ്പിൽ അംഗമല്ലാത്ത വ്യക്തികൾക്ക് കുറഞ്ഞ ഡേറ്റ പ്ലാനുകളുമായിരുന്നു റിലയൻസ് ജിയോ ഓഫർ ചെയ്തിരുന്നത്. റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിന്റെ കാലാവധി 2018 മാർച്ച് 31 കൂടി അവസാനിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. വാട്സപ്പിലും മറ്റും ഒരുപാട് ലിങ്കുകൾ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിന്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില മെസ്സേജുകൾ, അതിനോടൊപ്പം തന്നെ 31 മാർച്ചോടുകൂടി റിലയൻസ് ജിയോ സ്റ്റോപ്പ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില മെസ്സേജുകൾ, ചില വീഡിയോകൾ ഒക്കെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ റിലയൻസ് ജിയോയുടെ സൈഡിൽ നിന്നും ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റും ഉണ്ടായിട്ടില്ല. 31 മാർച്ചിന് ശേഷം എന്താണ് റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ജിയോയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ ന്യൂസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ജിയോ സിം ആദ്യ സമയങ്ങളിൽ കുറെ കാലം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് റിലയൻസ് നമുക്ക് തന്നിരുന്നു. അതിനുശേഷം പണം കൊടുത്ത് നമ്മൾ പ്ലാനുകൾ വാങ്ങേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പും വന്നു. അപ്പോൾ ഈ പ്രൈം മെമ്പർഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലയൻസ് ജിയോ ഫ്രീ ആയിട്ട് കൊടുത്ത സിമ്മുകളുടെ എല്ലാം പൈസ നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കാൻ വേണ്ടിയാണ് പ്രൈം മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കുമായിട്ട് വന്നത്. അപ്പോൾ ഇതിനൊരു കാലാവധി റിലയൻസ് ജിയോ പറഞ്ഞിരുന്നത് മാർച്ച് 31 അപ്പോൾ മാർച്ച് 31 കഴിഞ്ഞതിന് ശേഷം പഴയ സിമ്മുകളിൽ റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിന്റെ ആവശ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പ്രൈം മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും റിലയൻസ് ജിയോയുടെ സിം ഒരുപക്ഷെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് 31 മാർച്ചിന് ശേഷം സിം എടുക്കുന്നവർക്ക് ഒരു പ്രാവശ്യം പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകേണ്ടി വരും. അതിനുശേഷം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജിയോ സിം ഉപയോഗിക്കാൻ സാധിക്കും. സിമ്മിന്റെ പൈസ ഡയറക്റ്റ് ആയിട്ട് വാങ്ങാതെ മറ്റൊരു രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്നും റിലയൻസ് ജിയോ ഈടാക്കി കഴിഞ്ഞു. എന്തായാലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാത്ത സ്ഥിതിക്ക് പ്രൈം മെമ്പർഷിപ്പ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രൈം മെമ്പർഷിപ്പിന്റെ കാലാവധി ഒരുപക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങൾ ഇന്ന് റിലയൻസ് ജിയോയുടെ സിം എടുത്തതിന് ശേഷം പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായി കഴിഞ്ഞാലും 31 മാർച്ചോടുകൂടി ആ പ്രൈം മെമ്പർഷിപ്പിന്റെ കാലാവധി കഴിയും. അതിപ്പോൾ നിങ്ങൾ 30-ാം തീയതി സിം എടുത്ത് പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായാലും 31 മാർച്ചോടുകൂടി അതിന്റെ കാലാവധി കഴിയും. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ആളുകൾ ഒരുപാട് സെർച്ച് ചെയ്യുന്ന കാര്യമാണ് പ്രൈം മെമ്പർഷിപ്പ് 31 മാർച്ചിന് ശേഷം എന്താകുമെന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ന്യൂസ് വന്നാലും ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതേപോലെ ഒരുപാട് ലിങ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്കുകൾ അയച്ച് നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് മറ്റേതെങ്കിലും വെബ്സൈറ്റിൽ എത്തിച്ച് അഡ്വർടൈസ്മെന്റുകളിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കാം ഇങ്ങനെയുള്ള ലിങ്കുകൾ സ്പ്രെഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിറകെ പോകാതെ ഇരിക്കുക. കുറച്ച് ദിവസങ്ങളുടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും റിലയൻസ് ജിയോയുടെ സൈഡിൽ നിന്നുള്ള ഒഫീഷ്യൽ ന്യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ ജിയോ സിം ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിന്റെ സ്പീഡ് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇങ്ങനെ കമന്റ് ചെയ്യുന്നതിലൂടെ കമന്റുകൾ നോക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഓരോ നെറ്റ്വർക്കിനെ കുറിച്ചും കൂടുതൽ വിലയിരുത്താനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.